വൈറലായ മീൻ പറ്റിച്ചതാണ് കേട്ടോ ഞാനിന്ന് ട്രൈ ചെയ്യുന്നത്. നല്ല പച്ച കുരുമുളകാണ് കേട്ടോ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാന്താരി, പിന്നെ വെളുത്തുള്ളി, ഇനി കുഞ്ഞുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. ഇനി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കുരുമുളക് പച്ചക്കുരുമുളക് ആയതുകൊണ്ട് പെട്ടെന്ന് കറുത്ത് പോകും കേട്ടോ. അപ്പോൾ അതിന് മുമ്പിട്ട് നമുക്ക് ഈ പരിപാടികൾ നടത്തണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പാനിൽ. നമ്മൾ അരച്ച് വെച്ച ആ ഒരു മസാലക്കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, നന്നായിട്ട് തെറിക്കുമായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒഴിച്ച്, പിന്നെ അതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചാളമീനുണ്ടല്ലോ, ചാളമീനോ മത്തി അങ്ങനെ എന്തൊരു മീനായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചാളമീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഈ പച്ചക്കുരുമുളക് അല്ലാണ്ട് മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. ഈ പച്ചിച്ചിരിക്കാൻ വേണ്ടിയും പിന്നെ ആ പച്ചക്കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറിനും കൂടി നമ്മൾ ഈ ഒരു ടെക്സ്ചറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമല്ലേ. പിന്നെ ഇതിൽ ഞാനൊരു വീഡിയോയിൽ കണ്ടു കേട്ടോ, ഇതിൻ്റെ കൂടെ പുളിയാറിനായിട്ട് അരച്ചിങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു പുളിപ്പും കിട്ടും, പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല പച്ചക്കളറും കിട്ടും. ഇതിപ്പം കുറച്ച് കഴിയാൻ നേരത്ത് ചെറുതായിട്ട് ഈ ഷെയ്ഡൊക്കെ മാറും കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡ് വെന്തതുകൊണ്ട് നമുക്ക് പെരിയെ മറിച്ചിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഇത് അടന്നു പോകാൻ ചാൻസ് ഉണ്ട്. മറിച്ചും കൂടെ ഇടാം. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ഞാൻ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ഈ ഫ്രൈങ് പാൻ ആയതുകൊണ്ട് നല്ല രീതിക്ക് മറിച്ചിടാൻ പറ്റി. ഇനി ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തളയുണ്ട്. ഈ ഓരോ തളയ്ക്കും നല്ലതായിട്ട് വെളിയിലോട്ട് ഇങ്ങനെ പൊട്ടി വരുമായിരുന്നു. എന്തോ നമ്മുടെ ഫേസിലൊക്കെ വീഴാണ്ടും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. പിന്നെ ഇത് അടച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ കിറ്റ് മൊത്തവും ചീത്തയായി പോകും. എന്നിട്ട് ഇതിങ്ങനെ തിളച്ച് പൊട്ടുമല്ലേ. അങ്ങനെ ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചാലും കുഴപ്പമില്ല. വാഴയില കൊണ്ട് അതിൻ്റെ മുകളിൽ മൂടിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അവിടെ കിടന്ന് അങ്ങനെ ഇരുന്ന് വറ്റി വരട്ടെ. മറിച്ചും കൂടെ ഇടാം. അങ്ങനെ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ അല്ലാതെ മുളക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ പറ്റിച്ച് വെച്ച ആ ഒരു ഫ്രൈ, അങ്ങനെ പറയാം ഫ്രൈ, ആ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചോറിനപ്പോൾ അങ്ങനെയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.